സാധ്യത. ഇപ്പം എന്തായാലും നമ്മുടെ അനുമോൾക്കും ജിസേലിനും കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും, അവർക്ക് ഡയറക്റ്റ് എവിഷനും ഉണ്ടാവും. അതുപോലെ തന്നെ നെവിനോട് പറഞ്ഞിട്ടുണ്ടാവും. കാരണം പ്രേക്ഷകർക്ക് ബിഗ് ബോസിലുള്ള ഒരു ഇത്, ബിഗ് ബോസ് പോകാൻ പറയുമ്പോൾ ദേവിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ ഇറങ്ങിപ്പോകണം, പിന്നീട് വലിയ ഇതൊന്നും കാണിക്കരുതായിരുന്നു. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവന്നത് കൊണ്ട് അവർക്ക് തന്നെ ഒരു ജാള്യതയുണ്ട് ബിഗ് ബോസിന്. അപ്പോൾ അതുകൊണ്ടാണ് ലാലേട്ടനെ ഇന്ന് പ്രത്യേകമായിട്ട് വന്ന് പറഞ്ഞത്. നമ്മൾ കൺഫെഷൻ റൂമിൽ ഇവൻ സോറി പറയുന്നത് നമ്മളെ കാണിച്ചതായിരുന്നു. ഇവൻ എന്നാലും ലാലേട്ടൻ എന്ന് പറഞ്ഞു ഒരുപാട് സോറി പറഞ്ഞത് കൊണ്ടാണ് നിങ്ങളെ അകത്ത് കയറ്റിയത് എന്നും കൂടി പറഞ്ഞ് നമ്മളെ പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യിക്കുകയാണ് ലാലേട്ടൻ അവിടെ ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് കൊടുക്കുന്ന അപ്പാനി പവാടവള്ളികൾക്കാണ് അല്ലേ. അപ്പാനി പവാടവള്ളികൾക്ക് ശരിക്കും ആവശ്യമാണ്. കാരണം ഒരു മനുഷ്യന്മാർ കാണിക്കുന്ന കാര്യങ്ങളല്ല അവരവിടെ കാണിച്ചു കൂട്ടുന്നത്. ഈ അപ്പാനി എന്ന് പറയുന്ന ഒരു സിനിമാ നടനാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അകപ്പാടെ അറിയാവുന്നത് വളരെ കുറച്ച് ആൾക്കാർ, എനിക്കറിയില്ലായിരുന്നു കേട്ടോ, ഉള്ളത് പറയല്ല. എനിക്ക് അപ്പാനി ശരത് എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് ഞാൻ പോയി അടിച്ചു നോക്കി. ഈ അപ്പാനി ശരത് എന്ന് പറഞ്ഞ യൂട്യൂബേഴ്സ് ഇങ്ങനെ ആദ്യം തൊട്ട് പ്രഡിക്ഷൻ മല്ലു രേവതി ഒക്കെ പറയുന്നത് കേട്ടോണ്ട് ഞാൻ ആദ്യം പോലെ പോയി അടിച്ചു നോക്കിയപ്പോഴാണ് ഇവൻ അങ്കമാലി ഡയറീസിലെങ്ങാണ്ട് അപ്പാനി എന്തോന്ന് അപ്പാനിയുടെ കൂടെ വേറൊരു പേര് അപ്പാനി രവി എന്നുള്ളൊരു കഥാപാത്രം അവൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു അപ്പാനിയും കൂടി എടുത്തിട്ട് സ്വന്തം പേരിനൊപ്പം ചേർത്തപ്പോഴാണ് അവന് 10 പേര് അറിയുന്നതുള്ളത്. അല്ലാണ്ട് ഇവൻ ആരാന്നൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു, സത്യം പറയാനോ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ സിനിമ കാണുന്ന ഒരാളാണ് ഞാനും. അത്യാവശ്യം നമ്മുടെ ടി വിയിലും ഒക്കെ OTT യിലൊക്കെ വന്ന് കാണുന്നതാണ്. അപ്പോൾ അങ്കമാലി ഡയറീസിൽ അഭിനയിച്ചതിൻ്റെ പേരിലാണ് ഈ അപ്പാനി ശരത് എന്നറിയപ്പെടുന്നത്. 25 സിനിമ ചെയ്തു നോക്കണം. 25 സിനിമ പോയിട്ട് 30 സിനിമ ചെയ്ത ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുണ്ട്. അവരൊന്നും ആരും പറയുന്നില്ല. അപ്പോൾ അതുപോലെ ആരുടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ മുഖം കാണിച്ചു കാണും. അപ്പം അനുമോള് സിനിമ ചെയ്തിട്ടുണ്ട്. സിനിമയും സീരിയലും ഒന്നുമില്ല, ബിഗ് സ്ക്രീനും മിനി സ്ക്രീനും ഒക്കെ എല്ലാവരും കുടുംബ പ്രേക്ഷകരെ മുന്നിൽ അവരെ ഇതൊക്കെ ഒരു മാനസിക ഉല്ലാസത്തിനാണ് അല്ലേ, എൻ്റർടൈൻമെൻ്റ് ആണ്. ഈ എൻ്റർടൈൻമെൻറ്റ് കാണിക്കുന്നവരെല്ലാം കലാകാരന്മാരാണ്, അവർക്ക് കഴിവുണ്ടായതുകൊണ്ടല്ല കാണിക്കുന്നത്. ഇപ്പം ഞാൻ ചെന്ന നാടകത്തിൽ എൻ്റെ ഡയലോഗ് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഞാനൊരു സിനിമയിൽ പോയിട്ട് ഡയലോഗ് പറഞ്ഞാലോ, ഇപ്പോൾ ഞാൻ പരസ്യ ചിത്രത്തിലായിരുന്നു പോയത്, അപ്പോൾ പരസ്യത്തിന് പോയിട്ട് ഞാൻ ചെയ്താലോ ഒക്കെ നമുക്ക് സംസാരിക്കാൻ അറിയാവുന്നതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉച്ചാരണം നല്ലതായതുകൊണ്ട്, നമ്മളെ അത്യാവശ്യം നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ടല്ല, നമ്മൾ വലിയ അങ്ങ് സംഭവമായതുകൊണ്ടൊന്നുമല്ല. നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടണം. ഒരുപാട് പേര് ഓപ്പർച്യൂണിറ്റി കിട്ടാതിരിപ്പുണ്ട്. എല്ലാവരും ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത ആൾക്കാരാണ്. 90% ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാതെ വലിയ കഴിവുള്ള ആൾക്കാർ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കിട്ടുന്നത് ഒരു മഹാഭാഗ്യമാണ്, ഈശ്വരൻ്റെ ഒരു കൃപയാണ്. അത് വിചാരിച്ചിട്ട് അഹങ്കരിക്കാതെ, പ്രത്യേകിച്ചും കലാകാരന്മാർ അഹങ്കരിക്കാൻ പാടില്ല. കാരണം ഏത് സമയത്ത് പോലും ഇതെല്ലാം നഷ്ടമാവാം, നമുക്ക് എന്നതൊന്നും നിലനിൽക്കുന്നതല്ല, ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും അപ്പാനി വലിയ കലാകാരനായ അപ്പാനിക്ക് നല്ലത് കൊടുക്കുന്നുണ്ട്. കാരണം കാണിക്കുന്നതെല്ലാം ഒരു 10 പൈസയ്ക്ക് മെച്ചൂരിറ്റി ഇല്ലായ്മയാണ് കാണിക്കുന്നത്. ഒരു പെണ്ണിന്റെ പുറകെ കിടന്ന് അവളെ പഴിക്ക് വിടും, അവളെ പേര് പുറകെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും, അവളുടെ പുറകെ നടന്ന് അവളെ പരിഹസിക്കുക, അതൊരു വളയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയത്തില്ല ഇവനൊക്കെ എന്തോ ഇവന്റെ ക്യാരക്ടർ എന്ന് അറിയത്തില്ല. ഇവനിങ്ങനെ സകല പെണ്ണുങ്ങളോട് വളയ്ക്കാൻ വേണ്ടി